മാഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം. Good morning all. Welcome back to Vijaynagar. This is Aslam. സോ ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂരാണെന്ന് എല്ലാവർക്കും അറിയാം. ലാസ്റ്റ് നമ്മൾ ബാംഗ്ലൂർ ഇട്ടിരുന്നല്ലോ. അപ്പോൾ ഇവിടുന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു സ്മോൾ റൈഡ് പോകാൻ കരുതി. എന്തായാലും വീക്കെൻഡാണ്, പിന്നെ പൂജയൊക്കെ ആയതുകൊണ്ട് ഫുൾ ഹോളിഡേയ്സുമാണ്. അതുകൊണ്ട് ജസ്റ്റ് അടുത്തൊരു പ്ലേസിലോട്ട് റൈഡ് പോകുന്ന പ്ലാനിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. ബാംഗ്ലൂർ അടുത്തുള്ളൊരു പ്ലേസാണ് ബസതി ബെട്ട എന്ന് പറയുന്നത്. അവിടെ ഒരു ടെമ്പിളൊക്കെ ഉണ്ട്, നല്ല വ്യൂ ഒക്കെ ഉള്ള ഒരു ഏരിയയാണ്. ജസ്റ്റ് പാറയൊക്കെ ഇട്ട് അതിന് മുകളിൽ ടെമ്പിളൊക്കെ ഇട്ട് നല്ല രസമുള്ള ഒരു പ്ലേസാണ്. അപ്പോൾ ഫ്രണ്ട്സ് പ്ലാൻ ഇട്ടതാണ്. അപ്പോൾ അതിന് അവരുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ പോയതാണ്. ഞങ്ങൾ 5 ബൈക്സ് ആയിരുന്നു. എൻ്റെ ഒരു ബൈക്കും പിന്നെ ഒരു 4 സ്കൂട്ടിയും. അവരെല്ലാവരും ബാംഗ്ലൂരിന് അടുത്ത് തന്നെയായിരുന്നു, വോഗോ. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഒരു മോർണിംഗ് 6 ഇറങ്ങിയതാണ്. ഇവിടുന്ന് ഒരു 2 hour ഡ്രൈവ് ഉള്ളൂ. രാവിലെ ആണ്ട് വലിയ തിരക്കില്ലാതെ പോവാം. പക്ഷേ ഹോളിഡേ അല്ലേ, തിരക്കൊക്കെ ചെറുതായിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നൈസ് വൈബായിരുന്നു. നല്ല കൂളൊക്കെ ആയിട്ട്. ഓൾറെഡി ഇപ്പോൾ ബാംഗ്ലൂരത്തെ തണുപ്പാണ്, മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അങ്ങനെ കുഴപ്പമില്ലാണ്ട് അങ്ങനെ മൂവ് ചെയ്യായിരുന്നു. എല്ലാവരും ബാംഗ്ലൂരിൻ്റെ സിറ്റിയുടെ ഒരു ഭംഗി കിട്ടാനും അല്ലെങ്കിൽ നമുക്ക് ആ റൈഡിൻ്റെ സുഖം കിട്ടാനും രാവിലത്തെ പോകണാണ്ട് രസം. കാരണം ട്രാഫിക്കൊന്നും ഇല്ലാണ്ട് സുഖമായിട്ട് നൈസായിട്ട് നല്ല കൂളായിട്ട് ഡ്രൈവ് ചെയ്യാം. നല്ല തണുപ്പും രാവിലെ രസം. അങ്ങനെ ഒരു 60-70 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ സിറ്റിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ നാടൻ കേരള സ്റ്റൈല് ആ ലെവലിലുള്ള പ്ലേസ് എത്തി. നല്ല പച്ചപ്പൊക്കെ ആയിട്ട് ഫുൾ പാടങ്ങളായിട്ടില്ല. ഏകദേശം നമ്മൾ ഹില്ലിനോട്ട് അടുത്തായിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വീണ്ടും ഉള്ളിലോട്ട് കയറി എന്താ വെച്ചാൽ ശരിക്കും മെയിൻ റോഡ് തന്നെയാണ്. ഞങ്ങൾ ചെറുതായിട്ട് വഴി തെറ്റിയായിരുന്നു. ഫ്രണ്ട്സൊക്കെ വേറെ റൂട്ടിൽ വരെയായിരുന്നു, ഞങ്ങൾ വേറെ വഴി മാറിപ്പോയി. അപ്പോൾ അവരുടെ അടുത്തൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാപ്പ് എടുത്ത് നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു ഉള്ളേരിയ കാണിക്കുന്നുണ്ട്. എന്തായാലും ഒരു വൈബല്ലേ, ഉള്ളേരിയ കൂടെ വിടാൻ കരുതി. അങ്ങനെ ഉള്ളേരുമായിട്ട് കയറിയ നൈസ് റോഡാണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലത്തെ മാതിരി ആകെ പൊട്ടിപ്പൊളിഞ്ഞൊന്നുമല്ല, പക്ഷേ കുഴപ്പമില്ല. നല്ല നൈസ് റോഡാണ്, നല്ലൊരു ചേരി ലെവല്, നൈസായിട്ട് ഡ്രൈവ് ചെയ്യുക. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നല്ല സ്ലോയിൽ പോകണം, നല്ല ശ്രദ്ധിച്ച് പോകണം. ഫുള്ള് അവിടുത്തെ ഉള്ളവരെന്ന് വെച്ചാൽ അവരുടെ ഒരു ഏരിയ അല്ലേ, അവർ എവിടുന്ന് കയറി വരിക എന്താണെന്ന് പറയാൻ പറ്റില്ല. സൂക്ഷിച്ച് പോകണം തന്നെ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് ഡ്രൈവ് ചെയ്യാം.